ജെ പിയിലെ പൊട്ടിത്തെറി പുതിയ രാഷ്ട്രീയ സ്വപ്നങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വി മുരളീധരനെതിരെ ആഞ്ഞടിച്ച് പി മുകുന്ദനും രാമൻപിള്ളയും. വി മുരളീധരൻ രാഷ്ട്രീയ പക്വതയില്ലാത്ത നേതാവെന്ന് രാമൻപിള്ള. മുരളീധരൻ പ്രസിഡന്റായിരിക്കുന്ന പാർട്ടിയിലേക്ക് താൻ ഇല്ലെന്നും രാമൻപിള്ള. പുതിയ കാര്യങ്ങൾ അറിയാത്തവരാണ് പ്രതിഷേധിക്കുന്നതെന്ന് മുരളീധരന്റെ ഒളിയമ്പ്. ഒപ്പം SNDPയുടെയും NSSന്റെയും നിലപാടുകൾ കൂടി ചേരുമ്പോൾ BJPയുടെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ എന്തായി മാറും? ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP മുൻ അധ്യക്ഷന്മാരായ ശ്രീ കെ രാമൻപിള്ളയും ശ്രീ PS ശ്രീധരൻപിള്ളയും, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, ഒപ്പം മറ്റ് അതിഥികളും ഈ തത്സമയ ചർച്ചയിൽ ചേരും. ഏറ്റവും ആദ്യം ശ്രീ കെ രാമൻപിള്ള, എന്താണ് താങ്കൾ BJPയിൽ അംഗമാകുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന തർക്കത്തെക്കുറിച്ച് പറയാനുള്ളത്? താങ്കൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്തതാണോ പ്രശ്നം? മൊബൈൽ ഫോണിൽ മിസ് കോൾ അടിക്കാനുള്ള അറിവില്ലായ്മയാണോ താങ്കളുടെ പ്രശ്നം? എന്താണ് താങ്കളുടെ പ്രശ്നം? ഞാൻ കേരള ജനപക്ഷം രൂപീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ BJPയിൽ അംഗത്വം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുരളീധരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും BJP നേതാക്കൾക്കോ അപേക്ഷ കൊടുത്തിട്ടില്ല. അങ്ങനെയിരിക്കെ അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ വഴി മിസ്ഡ് കോൾ ഉപയോഗിച്ച് മെമ്പർഷിപ്പ് എടുത്തോളണം എന്ന് ആജ്ഞാപിച്ചതെന്നുള്ള മനസ്സിലാകുന്നില്ല. പക്ഷെ താങ്കൾക്ക് BJPയിലേക്ക് തിരിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇല്ല, നരേന്ദ്രമോദിയുടെ ചില രീതികൾ താങ്കൾക്ക് താല്പര്യമുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ട്. അത് പറഞ്ഞു. അതായത് എൻ്റെ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെ പിന്താങ്ങി നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെൻ്റെ കേരള ജനപക്ഷം പ്രവർത്തനത്തിന് ബാധകമല്ല. ഇത് ദേശീയ തലത്തിലുള്ള വീക്ഷണമാണ്. കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ ഏത് കാരണത്താൽ ഇതിൽ നിന്ന് വിട്ടുവന്നോ അന്നുള്ള സ്ഥിതിയിൽ നിന്ന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ അതിൽ ചേരുന്ന പ്രശ്നം വരുന്നില്ല. ഞാൻ ചേരണമെന്ന് പറയുന്നതുമില്ല. ഞാൻ പറഞ്ഞ ദേശീയ തലത്തിൽ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെ പിന്താങ്ങണം. അവരുടെ നിലപാട് വളരെ ശരിയാണ് എന്നെനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ താങ്കൾക്ക് BJPയിലേക്ക് താങ്കളെപ്പോലുള്ളവരെ കൊണ്ടുവരണം എന്ന് BJPയിലെ തന്നെ പല നേതാക്കളും ഇതിനകം അഭിപ്രായപ്പെട്ട് കഴിഞ്ഞു, താങ്കളെയും ശ്രീ പി മുകുന്ദനെയും ഒക്കെ തന്നെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ താങ്കളും അത് ആ പക്ഷത്തേക്ക് അതിൻ്റെ സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ തയ്യാറാണ് എന്ന് താങ്കളുടെ ബോഡി ലാംഗ്വേജ് പറയുമ്പോൾ അതിനെന്താണ്? ശരിയാണ്. അതായത് കേരളത്തിലും അങ്ങനെ ദേശീയ ജനാധിപത്യ ചിന്താഗതിക്കാരായ എല്ലാ കക്ഷികളെയും BJPയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളെയും എല്ലാം യോജിപ്പിക്കുന്ന ഒരു ശ്രമം ഉണ്ടാകുകയാണെങ്കിൽ അത് സ്വാഗതാർഹമാണെന്ന് പറഞ്ഞിരുന്നു. അത്തരം ശ്രമം ഇപ്പോൾ ഇതിൻ്റെ അതിൻ്റെ അർത്ഥം BJP മെമ്പർഷിപ്പ് എടുക്കണമെന്നല്ല. മെമ്പർഷിപ്പ് എടുത്തില്ലെങ്കിലും സഹകരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സഹകരിക്കാൻ വിവിധ ഗ്രൂപ്പുകൾ, വിവിധ പാർട്ടികളെല്ലാം ഒന്നിച്ചു വരികയാണെങ്കിൽ അതൊരു വലിയ ശക്തിയായിരിക്കും. പക്ഷേ താങ്കൾക്ക് അതിനകത്ത് അംഗമായി അതിൻ്റെ തലപ്പത്തേക്ക് വരിക എന്നുള്ളത് ലക്ഷ്യമേ ഇല്ല. അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. അത് ശ്രീ വി മുരളീധരൻ്റെ ഈ പ്രസ്താവന കൊണ്ടാണോ അടയുന്നത്? അതല്ലല്ല, ഞാൻ 2004 തന്നെ പറഞ്ഞതാണ്, ഞാൻ ഇനി പാർട്ടി പദവികൾ വഹിക്കില്ല, തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ല. ഇത് രണ്ടും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ശ്രീ പി മുകുന്ദൻ പറഞ്ഞത് അദ്ദേഹം BJPയിൽ അംഗമാണ് ഇപ്പോഴും. ആയിരിക്കാം. അദ്ദേഹത്തെ പോലുള്ളവരെ സ്വീകരിക്കുന്ന ഒരു നിലപാട് താങ്കൾ കണ്ടല്ലോ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പറഞ്ഞത് മിസ്ഡ് കോൾ അടിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. പക്ഷേ ശ്രീ കെ രാമൻപിള്ളയ്ക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആയിരിക്കാം. അദ്ദേഹത്തിൻ്റെ അത്ര സാങ്കേതിക വൈദഗ്ധ്യമൊന്നുമുള്ള ആളല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ വഴി വിട്ട ഒരു അഭിപ്രായം രാമൻപിള്ളയും മുകുന്ദനും മിസ്ഡ് കോൾ അടിച്ച് BJPയുടെ അംഗത്വം എടുക്കണം എന്നാണ്. ഞാനതിന് തയ്യാറല്ല. ഞാനങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാനും തയ്യാറായിരുന്നില്ല. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് ദേശീയ തലത്തിൽ മോഡിയുടെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുകയും കേരള ജനപക്ഷത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ BJP പറയുകയാണെന്നിരിക്കട്ടെ, നമുക്കെല്ലാം സഹകരിച്ച് പോകാം എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴാലോചിക്കാം. സഹകരണം, അല്ലാതെ ഞാൻ മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളതല്ല. ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ കെ രാമൻപിള്ളയെ പോലെയും ശ്രീ പി മുകുന്ദനെ പോലെയുമുള്ള നേതാക്കൾ ഇനി ഒന്നേന്ന് മെമ്പർഷിപ്പ് എടുത്തു വരേണ്ട ആളുകളാണോ? അവർക്ക് ഇത്രയുമൊക്കെ അല്ലേ പറയാൻ സാധിക്കൂ? അവർ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ച് ദൂരെ കൂട്ടിയെങ്കിലും പറയുമ്പോൾ അതിനെ എത്തിപ്പിടിക്കേണ്ടതല്ലേ BJPയുടെ നേതൃത്വം? പ്രത്യേകിച്ച് ഇത്തരം രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. അതിന് പകരം സംഭവിച്ചത് എന്താണ്? ന്യൂ ജനറേഷൻ അല്ലാത്ത കെ രാമൻപിള്ളയ്ക്ക് അറിയാത്തതാണ് കാര്യങ്ങൾ എന്നൊക്കെയല്ലേ പറയുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ?
ലാല, ഇതിൻ്റെ തലവാചകം തന്നെ ബി ജെ പിയിൽ പൊട്ടിത്തെറി എന്നാണ്. ബി ജെ പിയിൽ ഒരു പൊട്ടലുമില്ല. പിന്നെ ഞങ്ങൾ തെറി സാധാരണ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ പൊട്ടിത്തെറി എന്ന് പറഞ്ഞ ഒരു സാധനം ഇതിലില്ല. പിന്നെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ എല്ലാവർക്കും ഒരു ചർച്ചയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ വ്യത്യസ്ത ആൾക്കാർക്ക് പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഞാനതിൽ തെറ്റൊന്നും കാണുന്നില്ല. ചർച്ച ചെയ്തോളൂ. ഇതിൻ്റെ അകത്തൊരു പ്രശ്നവുമില്ല. ബി ജെ പിയിൽ ആന്തരികമായ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു പാർട്ടിയാണ്. പിന്നെ മെമ്പർഷിപ്പിനെ സംബന്ധിച്ചൊരു വിവാദത്തിന് അടിസ്ഥാനവുമില്ല. കാരണം ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ആർക്കും എടുക്കാവുന്നതാണ്. അത് ഓപ്പണാണ്. മറ്റ് പാർട്ടികളെ പോലെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു മെമ്പറാകണമെങ്കിൽ കാൻഡിഡേറ്റായിട്ട് കൊടുക്കണം, ഒരുപാട് കടമ്പകൾ കടക്കണം. കോൺഗ്രസ് പാർട്ടിയിലെ മെമ്പർഷിപ്പ് കിട്ടാറ് തന്നെ ഇല്ല. കാരണം തമ്മിലടിയും പിടിച്ചു വാങ്ങലും ഒക്കെ ആയിട്ട് നടക്കുന്നതാണ്. ഞങ്ങളുടെ ഇടയിൽ അതല്ല. ഏതൊരാൾക്കും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാത്ത ഏതൊരാളിനും മെമ്പറാകാം. മറ്റ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്ക് മെമ്പറാകാം. അപ്പോൾ ഈ മെമ്പറാകാനുള്ള അവകാശം തീർച്ചയായിട്ടും എല്ലാ പൗരന്മാർക്കുമായി ഓപ്പൺ ചെയ്ത് കൊടുത്ത ഓപ്പൺ ഫോർ ഓളാണ്. അത് ജനാധിപത്യത്തിൽ വലിയൊരു സംസ്കാരമാണ്. അതുകൊണ്ടാണ് 5 ലക്ഷം മെമ്പർമാരുള്ളത് 22-3 ലക്ഷം മെമ്പറായി. പി എസ് ശ്രീധരൻപിള്ള, മൊബൈൽ ഫോൺ ഇല്ലാത്തവർക്ക് നിങ്ങളുടെ പാർട്ടിയിൽ അംഗമാകാൻ സാധിക്കില്ലേ? മിസ്ഡ് കോൾ അടിക്കാൻ അറിയാത്തവർക്ക് നിങ്ങളുടെ പാർട്ടിയിൽ അംഗമാകാൻ സാധിക്കില്ലേ? ഈ ബീഹാറിലും മറ്റു പല സ്ഥലത്തും പിന്നോക്ക പ്രദേശങ്ങളിലുള്ളവരൊക്കെ മൊബൈൽ ഫോണിലൂടെ മിസ് കോൾ അടിച്ചിട്ടാണോ അംഗങ്ങളായിട്ടുള്ളത്? അതല്ലെങ്കിൽ തന്നെ ശ്രീ രാമൻ പിള്ളയെ പോലെയും ശ്രീ പി പി മുകുന്ദനെ പോലെയുള്ളവരും മിസ്ഡ് കോൾ അടിച്ചു തന്നെ മെമ്പർ ആകണം എന്നാണോ താങ്കളും പറഞ്ഞു വരുന്നത്? അല്ല, ഇതിപ്പോൾ വെറുതെ വ്യാഖ്യാനിക്കേണ്ട. അവർക്ക് രണ്ടാൾക്കും മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ തീർച്ചയായും അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് നിഷേധിക്കാൻ സംസ്ഥാന പ്രസിഡന്റോ ദേശീയ പ്രസിഡന്റോ പോലും അവകാശമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും അയോഗ്യതയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് അച്ചടക്കനടപടിക്ക് വിധേയമായി പുറത്താക്കപ്പെട്ട ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ആളാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് നിഷേധിക്കാൻ പറ്റൂ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് സമയത്തും പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കാം. അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇപ്പോൾ ഇതൊരു വിവാദമാക്കുന്നതിന് പിന്നിൽ UDF LDF സംഘടനകളുടെ താല്പര്യമാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി എസ് ശ്രീധരൻപിള്ള, മുകുന്ദൻ ഇപ്പോൾ തന്നെ BJP-യിൽ അംഗമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ശ്രീ വി മുരളീധരൻ പറഞ്ഞത് എന്താണ്? അദ്ദേഹം മിസ്ഡ് കോൾ അടിച്ച് മെമ്പർ ആകണം, നരേന്ദ്രമോദി പോലും അങ്ങനെയല്ലേ ആയത് എന്നാണ്. ആ മിസ്ഡ് കോൾ വേണമെങ്കിൽ ശ്രീ വി മുരളീധരന് തന്നെ ഒന്ന് അടിക്കാവുന്നതേ ഉള്ളൂ. അതിങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പേണ്ടതില്ല. ശ്രീ കെ രാമൻപിള്ളയ്ക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ള കാര്യമാണുള്ളത്. അതുകൊണ്ട് അത് വിവാദമാക്കേണ്ട എന്ന് പറയുമ്പോൾ വിവാദമാകില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇത് ചർച്ച ചെയ്ത് ഇവരെ അംഗങ്ങളാക്കി തലപ്പത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നുവെങ്കിൽ. ലാല ഇപ്പോൾ എന്നോട് ചോദിക്കുക, ലാലൊരു ചോദ്യം, ലാലൊരു നല്ല രീതിയിൽ ചോദിക്കാൻ പറയുന്ന ആളാണ്. നാളെ ചോദിക്കുക, ശ്രീധരൻപിള്ള ഇപ്പോഴും ഭാര്യ അടിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല. അയ്യോ ഞാൻ ഇല്ലല്ലോ എന്ന് പറയും. അതിനർത്ഥം എന്താ? ഇപ്പോഴും അടിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതുവരെ അടിച്ചിരുന്നതാണോ? അപ്പോൾ ഇത് ചോദ്യത്തിൻ്റെയും ഉത്തരം നമ്മുടെ ഇന്നത്തെ മീഡിയകളുടെ ഒരു സവിശേഷതയാണ്. അത് ചോദിച്ചിട്ട് കിട്ടുന്ന ഉത്തരം മാത്രം പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയും ഞങ്ങളൊരു മൂന്നാം ശക്തി പ്രാപിച്ച് വരുന്നു. അതിനോട് ആദ്യഘട്ടത്തിൽ കുറേ പറഞ്ഞു, പിന്നെ കുറേ ബീഫിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ കുറേ മറ്റുള്ള സംഭവം പറഞ്ഞു. ഇനിയിപ്പോൾ ഇതാണ്. ഇതെല്ലാം ഞങ്ങളുടെ ആത്മവീര്യം ചോർത്തിക്കളയാനുള്ള ശ്രമമാണ്. ആ ശ്രമം വിജയിക്കാൻ പോകുന്നില്ല. രാമൻപിള്ള സാർ എന്നെ ആദ്യമായി ജനസംഘത്തിൽ 18 വയസ്സായപ്പം മെമ്പർഷിപ്പ് തന്ന് കൊണ്ടുവന്ന ആളാണ്. PP മുകുന്ദൻ എന്നെ RSSൽ, അദ്ദേഹം മൂന്തേട്ടൻ എന്നെ ശാഖയിലേക്ക് ആദ്യമായിട്ട് RSSൻ്റെ അതിലേക്ക് കൊണ്ടുവന്ന അന്നത്തെ ഞങ്ങളുടെ നാട്ടിലെ പ്രചാരകനായിരുന്ന ആളാണ്. ഈ രണ്ടാളോടും എനിക്ക് വിധേയത്വമുണ്ട്. ഞാൻ എന്നും ആ സ്നേഹം. അദ്ദേഹം ജനപക്ഷമായതിനു ശേഷവും ഞാൻ പരസ്യമായിട്ട് തന്നെ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇദ്ദേഹം കോഴിക്കോട്ട് വന്നപ്പോൾ ഞാൻ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രാഷ്ട്രീയമായിട്ട് രാമപിള്ള സാർ നിലപാടെടുക്കുന്നു. മൂന്തേട്ടനെ സംബന്ധിച്ച് BJP വിട്ടു പോയൊരു ചരിത്രമില്ല. ഇവരൊക്കെ ഇവരുടെ ജീവിതം, ഈ രണ്ടുപേരും അവരുടെ ജീവിതത്തിൻ്റെ ഇതൊന്നും ആകാത്ത, BJP-യിൽ ഒന്നും ആകാൻ സാധിക്കില്ല, ജനസംഘത്തിൽ ഒന്നും ആകാൻ സാധിക്കില്ല, RSS ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലത്ത് അവരുടെ ജീവിതം ഇതിനു വേണ്ടി സമർപ്പിച്ച ആളുകളാണ്. അതുകൊണ്ട് ഞാൻ വളരെ ബഹുമാനത്തോടെ അന്നും ഇന്നും എന്നും, ഇത് കഴിഞ്ഞ് വേറെ അദ്ദേഹം നാളെ മാർക്സിസ്റ്റ് പാർട്ടി ചേർന്നാലും ആ ബഹുമാനം കാണിക്കും. അവരുടെ ത്യാഗത്തെ മറക്കാൻ സാധിക്കില്ല. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ വാചകങ്ങൾ വളരെ മയത്തിലുള്ളതാണ്. ഇത് ശ്രീ കെ രാമൻപിള്ളയ്ക്കും ശ്രീ PP മുകുന്ദനും ഒക്കെ വളരെ അവരെ ബഹുമാനിക്കുന്നതാണെന്ന് ആർക്ക് മനസ്സിലാകുകയും ചെയ്യും. പക്ഷേ ശ്രീ വി മുരളീധരൻ പറഞ്ഞ വാചകങ്ങൾ ഏറ്റവും ഒടുവിലത്തേത് ഞാൻ അങ്ങേക്ക് മുമ്പിൽ പറയുകയാണ്. രാമൻപിള്ള സാറിന് പുതിയ രീതിയൊന്നും അറിയില്ല. ശ്രീ PP മുകുന്ദനായാലും ശ്രീ കെ രാമൻപിള്ളയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് 10 ദിവസം മുമ്പ് വന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ പറയേണ്ടത്? താങ്കൾ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ശ്രീ വി മുരളീധരൻ പറയുന്നില്ല?
മുരളീധരൻ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം അതിന് മുമ്പ് ABVPയുടെ സംഘടനാ സെക്രട്ടറിയായിട്ട് വരെ ദേശീയ നിലവാരത്തിൽ ഉയർന്ന ആളാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഞാനന്ന് വിദ്യാർത്ഥികളുടെ ചുമതലയുള്ള സമയത്ത് അദ്ദേഹം ബ്രണ്ണൻ കോളേജിൽ പോയി അന്ന് അണ്ടർഗ്രൗണ്ട് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ആ കാലത്ത് വന്ന പഴയ ആളാണ്. മുരളീധരനെ കുറച്ച് കാണുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഇതിൽ ഓരോരുത്തരും മീഡിയയോട് പ്രതികരിക്കുമ്പോൾ എങ്ങനെ പറയണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, അതിൽ അദ്ദേഹം ഒരിക്കലും ഈ രണ്ടു പേരെയും മോശക്കാരായി ചിത്രീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അവരെ അവഗണിച്ചുകൊണ്ട് പറയാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഒരുപക്ഷെ രാമൻപിള്ള സാറിനെ കുറിച്ചും ശ്രീ PP മുകുന്ദനെ കുറിച്ചും വി മുരളീധരൻ പറഞ്ഞത് അവർക്ക് വേദന ഉണ്ടാക്കി. അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ന് താങ്കളും കേട്ട് കാണും. BJP നേതൃത്വം സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്നു എന്നാണ് ശ്രീ PP മുകുന്ദൻ പറഞ്ഞത്. ശ്രീ കെ രാമൻപിള്ള പറഞ്ഞത് വി മുരളീധരൻ പക്വതയില്ലാത്ത ആളാണ്, അർഹതയില്ലാത്ത സ്ഥാനത്തെത്തിയ ആളാണ്. ഈ രീതിയിൽ അവരെ പ്രകോപിതരാക്കിയ രീതിയിൽ വി മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇതിപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഒരു ക്രോസ് എക്സാമിനേഷൻ പോലെ ഇത് ചോദിക്കുന്ന അർത്ഥമില്ല. ഒരു പാർട്ടിയിൽ BJPയുടെ സംസ്ഥാന നിലവാരത്തിൽ പ്രസിഡന്റ് ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ. പാർട്ടി അങ്ങനെ ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ഓറിയൻറ്റഡ്. ഇപ്പോൾ രാമപിള്ള സാർ പ്രസിഡൻ്റായിരുന്നു. രാമപിള്ള സാർ പ്രസിഡൻ്റായിരിക്കുമ്പോൾ രാമപിള്ള സാറാണ് കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്യുന്നത്. അതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ല, മീഡിയകളോട് പറയുന്നതിനകത്ത് അത് പറഞ്ഞോ ഈ വാക്ക് പറഞ്ഞോ, ഇതെല്ലാം ഞങ്ങളുടെ ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഞാൻ ലാലിനെ പറ്റിയല്ല പറയുന്നത്, മീഡിയകളുടെ ശ്രമമാണ്. ആ ശ്രമത്തിന് നിന്നു കൊടുക്കാതിരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് രണ്ടാളെ പറ്റി പറഞ്ഞു. അവർ BJPയിൽ വരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഞാനിപ്പോഴേ ഒരു വിവാദം ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പം ലോക്കൽ ബോഡി നല്ലോണം മുന്നേറുകയാണ്. അതിന് തടയിടാൻ ഇത് സഹായകമാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ PS ശ്രീധരൻപിള്ള, ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ. ഈ മിസ്ഡ് കോൾ അടിക്കാതെ ആർക്കെങ്കിലും ഒക്കെ BJPയിൽ അംഗങ്ങളായി വരാൻ സാധിക്കുമോ? മിസ്ഡ് കോളിൻ്റെ അദ്ദേഹം പറഞ്ഞത് ആ മെത്തേഡാണ് പറഞ്ഞത്. പെർമിഷന് വേണ്ടി കേരള ഘടകത്തിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കോള് മിസ്ഡ് കോൾ ഡൽഹിയിൽ കൊടുത്താൽ അവർ തിരിച്ചു വിളിച്ചിട്ട് അതിൽ മെമ്പർഷിപ്പ് കൊടുക്കും. ഇതാണ് രീതി എന്നാണ്, ഈസി മെത്തേഡാണ് പറഞ്ഞത്. അതുകൊണ്ട് അർത്ഥം നാളെ മിസ്ഡ് കോൾ അല്ലാതെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്തിട്ടും എടുക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്ര വളരെ മുരളി പറഞ്ഞതിൻ്റെ മീനിങ് ഒരുപക്ഷെ ഇതായിരിക്കാം. ഞാൻ അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല, നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം പിന്നെ ഒരു സിസ്റ്റം അതാണ്. ഒരു മിസ്ഡ് കോൾ എന്നുള്ള നമ്പർ തരും, അതിൽ വിളിച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും എല്ലാം എടുത്തിട്ട് മെമ്പർ ആക്കി പിന്നെ എൻറോൾ ചെയ്യും. ഇതാണ്. അപ്പോൾ അത് ഈസി ആണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് അവർ വരുന്നതിന് തടയാൻ ഞങ്ങൾക്ക് ആർക്കും തടയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമവും ഈ ഈസി മെത്തേഡിലൂടെയാണോ? ഇത് അല്പം ഡിഫിക്കൽട്ട് മെത്തേഡ് അല്ലേ ശ്രീ PS ശ്രീധരൻപിള്ള? കാര്യങ്ങൾ കൂടുതൽ ഡിഫിക്കൽട്ട് ആവുകയല്ലേ ചെയ്യുന്നത്? അതിപ്പോൾ ഓരോ കണ്ണില്ല. ഞങ്ങളുടെ ഈ കാവിക്കളറിലൂടെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്കിത് കിട്ടുക. ചുമന്ന കണ്ണ് പിന്നെ ചുവപ്പ് കളറിലൂടെ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതെല്ലാം വന്നാലും BJP കേരളത്തിൽ മുന്നോട്ടാണ്. ആ മുന്നോട്ട് പോക്ക് സാധ്യതപ്രായമാകുന്ന ഒരു സന്ദർഭത്തിലെത്തി നിൽക്കുന്നു. ഈ സമയത്തെ വിവാദങ്ങളിലെ കുരുക്കിൽ വീഴാൻ ഞങ്ങൾ ആരും തയ്യാറില്ല. ജേക്കബ് ജോർജ്, എന്താണ് താങ്കൾ വായിച്ചെടുക്കുന്നത്? ശ്രീ PS ശ്രീധരൻപിള്ളയ്ക്ക് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുക, അവതരിപ്പിക്കുക. ആ രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. വിവാദങ്ങളിൽ പെടുക എന്നുള്ളൊരു പേടി മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. വിവാദങ്ങളിൽ പെടാതിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടത്. സൗമ്യമായ വാക്കുകളാണ്, മനോഹരമായ ചിരിയുമാണ്. സാധാരണ വളരെ എപ്പോഴും ഇന്നലെയും ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തെ ഒരു സ്റ്റുഡിയോയിലിരുന്ന് VV രാജേഷിനോട് സംസാരിക്കായിരുന്നു. ശ്രീധരൻപിള്ള വർത്തമാനം പറയുമ്പോൾ എന്ത് രസമാണ് അടുത്തിരുന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിരുന്ന് കേൾക്കാൻ. അത് അദ്ദേഹത്തിൻ്റെ അറിവ്, വിജ്ഞാനം. പക്ഷേ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള, ഞാൻ ചോദിക്കുകയാണ്, കുറേ കഴിയുമ്പോഴത്തേക്ക് ശ്രീധരൻപിള്ളയെ BJPയിൽ ചേരണമെങ്കിൽ മിസ്ഡ് കോൾ അടിക്കണമെന്നൊരു അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള, അങ്ങയുടെ വികാരം, മനപ്രയാസം എന്തായിരിക്കും? തീർച്ചയായിട്ടും നമ്മളൊക്കെ വിവിധ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞാൻ കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ ഒരു സജീവ പ്രവർത്തകരായിരുന്നു. ഞാൻ മാതൃഭൂമിയിൽ പ്രവർത്തിച്ചപ്പോഴും ഇന്ത്യ ടുഡേയിലായിരുന്നപ്പോഴും ഞാൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് എന്നൊക്കെ ഇരുന്നു. എത്രയോ കാലം മുമ്പാണ്. പക്ഷേ ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള ഇന്നലെ കേരള പത്രപ്രവർത്തക യൂണിയനും തിരുവനന്തപുരത്തെ വനിതാ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയായ പ്രജ്ഞയും കൂടി ചേർന്ന് സംഘടിപ്പിച്ച തിരുവനന്തപുരത്തെ വനിതാ സ്ഥാനാർത്ഥികളുടെ ഒരു സംഗമം. അത് കൂടുതൽ പേരും വന്ന് BJP വനിതകളായിരുന്നു.
അതിന് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചു. എത്രയോ വർഷം മുമ്പ് ഞാൻ യൂണിയൻ പ്രസിഡൻ്റ് ആയിരുന്നയാളാണ്. അപ്പോൾ നമ്മുടെ സംഘടനയുടെ പഴയ ഭാരവാഹികളോട്, ഭാരവാഹിയല്ല, കെ രാമൻപിള്ള പഴയ സംസ്ഥാന പ്രസിഡൻ്റാണ്. ബഹുമാനപ്പെട്ട നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒ രാജഗോപാൽ, രാമൻപിള്ള, കെ ജി മാരാർ, PP മുകുന്ദൻ ഒരു കാലത്ത് BJPയുടെയും ജനസംഘത്തിൻ്റെയും ഒക്കെ ശബ്ദവും ശക്തിയും മുഖവും നാവും എല്ലാം ഇവരൊക്കെ ആയിരുന്നു. ഇവരൊക്കെ ഇന്നലെ വന്ന ഒരു പ്രസിഡന്റ് മിസ്ഡ് കോൾ അടിച്ച് വരിക എന്നൊക്കെ പറഞ്ഞാലേ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ശ്രീധരൻപിള്ളയെ. നമുക്കൊന്നും അത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അങ്ങയുടെ വാക്കുകളിൽ തന്നെ അത് വളരെ ദൃഢമായി പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അത് ജനങ്ങൾക്കും BJP പ്രവർത്തകർക്കും തീർച്ചയായിട്ടും അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അതൊക്കെ ഒഴിവാക്കാമായിരുന്നു തീർച്ചയായിട്ടും. എന്താണ് ശ്രീ വി മുരളീധരൻ പേടിക്കുന്നത്? PP മുകുന്ദൻ, അതെനിക്ക് തോന്നുന്നത് ലാലെ, മനോരമയിൽ ഒരു വാർത്ത വന്നുവല്ലോ, PP മുകുന്ദനെ വിളിക്കൂ, BJPയെ രക്ഷിക്കുന്നു എന്നൊക്കെ ആയിരുന്നു ആ വാർത്ത കൊടുത്ത സന്ദേശം. ആ വാർത്ത ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ NSSനോട് ബന്ധപ്പെടണമെങ്കിൽ സാക്ഷാൽ PP മുകുന്ദൻ കേരളത്തിലേക്ക് വന്നേ മതിയാവൂ എന്ന് പറഞ്ഞു. മുകുന്ദനേട്ടനും ഞാനുമൊക്കെ നമ്മളൊക്കെ ഇത്തിരി പണ്ട് ഭയങ്കര അടുപ്പമുള്ള ആൾക്കാരായിരുന്നു. PP മുകുന്ദനേട്ടൻ ഇപ്പോഴും കണ്ടാൽ ഉടനെ വന്ന് കെട്ടിപ്പിടിക്കും. അത്രയ്ക്ക് ഊഷ്മളമായ ബന്ധമായിരുന്നു. ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഈ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന രാമപിള്ള ചേട്ടനുമായിട്ടും ഒ രാജഗോപാൽ, കെ ജി മാരാർ തിരുവനന്തപുരത്ത് വന്ന് ട്രിവാൻഡ്രം താമസിക്കുമ്പോൾ എന്നെ വിളിക്കും. ഞാൻ തന്നെ പോയിരുന്ന് കാണും. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിന് അനുസ്മരണത്തിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട് ഇവിടുത്തെ തിരുവനന്തപുരത്തെ BJPക്കാർ. അവർ കുറേ കാലം മുമ്പ് അത് ട്രിവാൻഡ്രം ഹോട്ടലിൽ. അത്രയ്ക്ക് നല്ല ബന്ധങ്ങൾ, ഊഷ്മളമായ ബന്ധങ്ങളുള്ള ആൾക്കാരായിരുന്നു ഇവരൊക്കെയും. അപ്പോൾ PP മുകുന്ദനെ വീണ്ടും BJPയെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ നായർ സമുദായത്തെ NSS നേതൃത്വത്തെ കൂട്ടുപിടിക്കാൻ സാക്ഷാൽ PP മുകുന്ദൻ തന്നെ വേണം എന്ന് മനോരമയിലൊരു റിപ്പോർട്ട് വന്നപ്പോഴേക്ക് ആയിരിക്കണം ഇതുപോലെ ചില നേതാക്കന്മാർക്ക് പ്രശ്നമുണ്ടായത്. അതായിരിക്കണം. അതുകൊണ്ട് പക്ഷേ ഇത്രയും ഒരു നിലയിലേക്ക് ഒരിക്കലും പോകരുതായിരുന്നു എന്നാണ് എൻ്റെ നമ്മുടെ ഒരു സംഘടനയെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ മാറുന്നത് കാണുമ്പോൾ. എനിക്ക് BJPയുമായിട്ട് യാതൊരു താല്പര്യവുമില്ല, ഒരു ബന്ധവുമില്ല. അവൻ്റെ ആശയങ്ങളോടും സംഘപരിവാർ എന്നൊക്കെ പറയുന്നതിനോട് നമ്മളെപ്പോഴും വിമർശിക്കുന്നതാണ്. ഇവരുമൊക്കെ സൗഹൃദ മത്സരങ്ങൾ ഞങ്ങളൊക്കെ ഏർപ്പാടുകാറുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒരു നിശിതമായ രീതിയിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്നാണ്. തിരിച്ചെത്താം. ശ്രീ കെ രാമൻപിള്ള, താങ്കൾ ഇന്ന് ശ്രീ വി മുരളീധരനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാകും സ്വാഭാവികമായി. താങ്കൾ പറഞ്ഞത് വി മുരളീധരന് ജനകീയ അടിത്തറയില്ല, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോൾ നിയതമായ രീതിയിലൂടെ അല്ല ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നാണ്. അത് അങ്ങയെ കൊണ്ട് പറയിച്ചത് എന്താണ്? വി മുരളീധരൻ BJPയുടെ അധ്യക്ഷനായത് ഡൽഹിയിൽ നിന്ന് നിശ്ചയിച്ചതാണ്. ഇവിടുത്തെ അണികൾ തിരഞ്ഞെടുത്തതല്ല. BJPക്ക് ഒരു ഭരണഘടനയുണ്ട്. എനിക്ക് ഇന്നത്തെ BJPയുടെ ഘടനയെപ്പറ്റി വിവരമില്ല എന്ന് ഇന്ന് മുരളീധരൻ പറഞ്ഞതായിട്ട് ഇവിടെ എഴുതി കാണിച്ചു. പക്ഷേ പാർട്ടിയുടെ ഭരണഘടന എനിക്കറിയാം. അതിൽ പറയുന്നത് അനുസരിച്ച് താഴേക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലാണ്, സംസ്ഥാന കൗൺസിലാണ് സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ 2 തവണ പ്രസിഡൻ്റായതും ആ കൗൺസിലിൻ്റെ ഏകകണ്ഠമായ തീരുമാനം അനുസരിച്ചാണ്. അതുപോലെ ഞാൻ 15 വർഷത്തോളം ജനറൽ സെക്രട്ടറി ആയിരുന്നതും 17 വർഷത്തോളം നാഷണൽ കൗൺസിലിൽ പോയതുമെല്ലാം ആ കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്. നാഷണൽ എക്സിക്യൂട്ടീവിൽ 5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഇല്ലാതായി. ഇപ്പോൾ ഈ നോമിനേഷൻ കോൺഗ്രസ് കൾച്ചർ BJPയും ബാധിച്ചു. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുന്നു കേരളത്തിൽ പ്രസിഡന്റ് ആരാകണം, ജില്ലയിൽ ആരാകണം പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ് തീരുമാനിക്കുന്നു. ഈ രീതിയിൽ ഒരു തരത്തിൽ ജനാധിപത്യത്തിന് യോജിക്കാത്ത ഒരു ശൈലി BJPയിലും കടന്നുകൂടിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് മുരളി അവരുടെ പ്രസിഡൻ്റാകുകയായിരുന്നു. മാത്രമല്ല മുരളി BJPയെ പറ്റി നല്ല വാക്കുകൾ പറയുമായിരുന്നില്ല. 1999 വരെ BJP നേതാക്കളെ ആക്ഷേപിച്ച് സംസാരിക്കും. അടൽ ബിഹാരി വാജ്പേയി പ്രസിഡൻ്റായ സമയത്ത് ABVPയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളത്ത് നടന്ന ഒരു യോഗത്തിൽ അവർ വാജ്പേയിയുടെ കോലം കത്തിച്ചു. മുരളിയെല്ലാം കത്തിച്ച് മുരളിയുടെ നേതൃത്വത്തിലുള്ള ആ സംഘടനയുടെ തലപ്പത്തുള്ള മറ്റൊരാൾ കത്തിച്ചിട്ട് അദ്ദേഹം ഡൽഹിക്ക് പോയി. പിന്നെ കാണുന്നത് അദ്ദേഹം വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ നെഹ്റു യുവകേന്ദ്രയുടെ ഉപാധ്യക്ഷനായിട്ടാണ്. അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ അവസാനം കൃഷ്ണദാസിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ മുരളി ഇവിടെ പ്രസിഡൻ്റായിട്ട് അവിടുത്തെ പ്രതിഷ്ഠിക്കുകയായിരുന്നു കേന്ദ്രത്തിൽ നിന്ന്. ഇവിടുത്തെ ഒരു കമ്മിറ്റിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. BJPക്ക് വേണ്ടി ഒരു സ്ഥലത്തും പ്രവർത്തിച്ചിട്ടില്ല. ഒരു ഘടകവും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുമില്ല. ഈ മുകളിൽ നിന്ന് വന്നു, അങ്ങനെ പ്രസിഡൻ്റായി.
അണികളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല, ജനങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല, ഇവിടുത്തെ പൊതുകാര്യങ്ങളുമായിട്ടും ബന്ധമില്ല. ഇപ്പം എന്നെ പോലും അദ്ദേഹത്തിന് അറിയില്ല. ഈ പാർട്ടി ജനസംഘം, ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവ്വരൂപമായ ജനസംഘം ഇവിടെ തുടങ്ങിയ അന്ന് മുതൽ അതിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. എന്നെ അദ്ദേഹത്തിന് അറിയില്ല. പിന്നെ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ട പ്രസിഡൻ്റാണ്. ഞാൻ തിരിച്ചെത്താം. ശ്രീ PS ശ്രീധരൻപിള്ള, സ്വാഭാവികമാണ് ഇപ്പോൾ ശ്രീ K രാമൻപിള്ള പറഞ്ഞതുപോലെയാണ് ശ്രീ മുരളീധരൻ പ്രസിഡന്റ് ആയിട്ടുള്ളതെങ്കിൽ കാര്യങ്ങൾ ചരിത്രമറിയാതെ, പാർട്ടിയുടെ നാൾ വഴികൾ കൃത്യമായി മനസ്സിലാക്കാതെ, മുതിർന്ന നേതാക്കളെ തിരിച്ചറിയാതെ, അവരെ ഇപ്പോൾ ഇന്ന് വാർത്താമാധ്യമങ്ങളിൽ കണ്ടതുപോലെയുള്ള പ്രതികരണങ്ങളിലൂടെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതിന് സാധ്യതയുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ അറിയാതെയാണ് വന്നതെങ്കിൽ. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ പുതിയ പരീക്ഷണങ്ങൾ, താങ്കൾ പറഞ്ഞതുപോലെ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് കുതിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറയുകയും ഇത്തരം നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? BJPയിൽ അങ്ങനെ ഒരു അധ്യക്ഷനെയാണോ സംസ്ഥാനത്ത് ഇപ്പോൾ അവരോധിതനാക്കിയിരിക്കുന്നത്? ബഹുമാനപ്പെട്ട രാമൻപിള്ള സാറ്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം എന്നെ ഈ പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ്, ജനസംഘത്തിലേക്ക് മെമ്പർഷിപ്പ് തന്നയാളാണ്. ഞാൻ ജനസംഘത്തിൻ്റെ സ്ഥാനീയ സമിതി, അതായത് ലോക്കൽ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് അക്കാലത്ത് അധികം ആളും ഞങ്ങളുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് എല്ലാത്തിൻ്റെയും ചുമതല BP എല്ലാം ഒരേ സമയത്ത് വഹിച്ചയാളാണ്. അന്ന് ഞങ്ങളെ പഠിപ്പിച്ചൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഞാൻ സംസ്ഥാനത്തിൻ്റെ, അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡൻ്റായി, എല്ലാ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. എന്നെ വളർത്തി കൊണ്ടുവന്നൊരു പങ്കുള്ള ആളാണ്. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ രീതി അനുസരിച്ച് പാർട്ടിയുടെ പ്രസിഡൻ്റായി ഇന്ന് ചുമതല വഹിക്കുന്ന ഒരാളിനെ കുറിച്ച് ചാനലിലൂടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അഭിപ്രായം പറയണമെന്ന് PS ശ്രീധരൻപിള്ള, താങ്കൾ ചാനലിലൂടെ പറയുന്നതിന് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ട്. താങ്കൾ ആദ്യം തൊട്ടുള്ള ചോദ്യങ്ങളിൽ ഈ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇന്ന് ഏത് ചാനലിൽ പോയാലും ഈ ഒരു ലാലിനൊരു അജണ്ടയുണ്ട്. ഞാൻ പറയട്ടെ, ലാലിനൊരു അജണ്ടയുണ്ട്. ലാൽ സ്വാഭാവികമായിട്ടും അജണ്ട പത്രപ്രവർത്തനങ്ങളിൽ വെക്കേണ്ട ആളാണ്. ആ അജണ്ട BJPക്ക് ഗുണകരമല്ല. BJP ഇലക്ഷനിൽ മുന്നോട്ട് പോകുമ്പം അതിനെ തളർത്താനുള്ള പദ്ധതികളുടെ ഭാഗം, ഞാൻ ലാലിനെ തെറ്റിദ്ധരിക്കരുത്, അതിൻ്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ട് ഞാനിവിടെ വരുമ്പോഴും അത് പ്രതീക്ഷ ഉണ്ടാവുന്നു. പക്ഷേ രാവിലെ എന്നെ ആദ്യം വിളിച്ച നിങ്ങളാണ്, അതുകൊണ്ട് ഇവിടെ വരാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ആ അജണ്ടയിൽ കയറി കൊത്താൻ തക്കവണ്ണം നേരത്തെ എൻ്റെ സുഹൃത്ത്, അദ്ദേഹം മാധ്യമപ്രവർത്തനമായിട്ട് ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിട്ടുണ്ട്. ഞാൻ ഈ മാധ്യമങ്ങളെ പരമാവധി അതിൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. അദ്ദേഹം വിമർശിക്കുമ്പോഴും അദ്ദേഹത്തോട് എനിക്കൊരു ശത്രുത BJP വിമർശിക്കുന്നുണ്ടാവില്ല. കാരണം വിമർശനക്കാരല്ലേ കണ്ണ് തുറപ്പിക്കേണ്ടത്. പക്ഷേ അത് വരുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പാർട്ടി വളരെ പണ്ട് 12.11%, 13% വരെ വോട്ട് കിട്ടിയൊരു പാർട്ടി വീണ്ടും വളരെ ശക്തമായി മുന്നോട്ട് പോയി 20-25% വോട്ട് കിട്ടിയിട്ട് കേരളത്തിൽ വരേണ്ട ഒരു സാഹചര്യത്തിൽ അതിൽ ഈ വ്യക്തിപരമായുള്ള ശ്രീ PS ശ്രീധരൻപിള്ള, ആ കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല. BJP മുന്നോട്ട് പോവുക തന്നെ വേണം. ഒരുപക്ഷെ നല്ല ശതമാനം വോട്ടുകൾ താങ്കൾ അധ്യക്ഷനായിരുന്നപ്പോഴും ഒക്കെ സംസ്ഥാനത്ത് BJP നേടിയിട്ടുള്ളതാണ്. അത് നേടട്ടെ. അതിനകത്ത് ഒരു മാധ്യമം വിചാരിച്ചതുകൊണ്ടൊക്കെ എന്ത് സംഭവിക്കാനാണ്? ഞാൻ ചോദിച്ചത് അതല്ല. ശ്രീ K രാമൻപിള്ളയെ പോലെ താങ്കൾ ബഹുമാനിക്കുന്ന, താങ്കളെ ഇതിലേക്ക് കൈപിടിച്ചുയർത്തി എന്ന് താങ്കൾ തന്നെ അവകാശപ്പെടുന്ന ഒരു നേതാവ് വന്നിട്ട് പറയുകയാണ്, ഇതാ BJPയുടെ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ കെട്ടിയിറക്കപ്പെട്ട ആളാണ്, അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ വന്നിട്ടുള്ള ആളല്ല, അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് രാഷ്ട്രീയ പക്വതയില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു മറുപടി പറയേണ്ടതുണ്ട്. താങ്കൾ അത് മറുപടി പറഞ്ഞാൽ രാഷ്ട്രീയമായ BJPയുടെ മുന്നേറ്റത്തിന് പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്നാണോ താങ്കൾ കരുതുന്നത്? അത് രാമൻപിള്ള സാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, ജനപക്ഷത്തിൻ്റെ. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം കിട്ടിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിയുടെ നേതാവിനെ കുറിച്ച് പറയുമ്പോൾ അല്ല, അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഈ ചർച്ചയിൽ ഇല്ലല്ലോ. അദ്ദേഹത്തിന് ഈ ചർച്ചയിലില്ല. രാവിലെ പീപ്പിൾ TVയോട് തന്നെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, എനിക്ക് മിസ്ഡ് കോളിന്റെ ആവശ്യമില്ല, ഞാൻ ഇപ്പോഴും BJP അംഗം. രാമൻപിള്ള, ശ്രീ വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള BJP നേതൃത്വം അംഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ അംഗമാക്കണോ വേണ്ടോ എന്നുള്ള പ്രശ്നം വരുന്നില്ലല്ലോ. എന്നാൽ ഇത് തന്നെ പറഞ്ഞാൽ പോരായിരുന്നു ശ്രീ വി മുരളീധരനും? അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം 10 വർഷത്തിനകം, അല്ല 10 ദിവസം ചോദിച്ചത്. അല്ല, അദ്ദേഹം ശ്രീ മുകുന്ദേട്ടൻ
അദ്ദേഹം BJP-യിൽ അംഗമാണ് എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നെങ്കിൽ പിന്നെ അംഗത്വം കൊടുക്കണോ വേണ്ടോ എന്നുള്ള പ്രശ്നം ചർച്ച ചെയ്യുന്ന എന്താ അർത്ഥമുള്ളത്? രാവിലെ നിങ്ങളുടെ ചാനൽ അതല്ലേ ചർച്ച ചെയ്യും, അംഗത്വം കൊടുക്കണോ വേണ്ടോ എന്നുള്ള പ്രശ്നമല്ലേ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ശ്രീ വി മുരളീധരനുള്ള മറുപടിയായിട്ട് ഞാൻ ഇത് എടുത്തോട്ടെ. അല്ല അതാണ് അല്ല 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 മുരളീധരൻ്റെ മറുപടിയുടെ പ്രശ്നമല്ല. ഈ മുരളീധരൻ്റെ വ്യക്തിപരമായിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനെ മാനിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. ഞാൻ ആ ചുമതലയിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല ശ്രീധരൻപിള്ള, ഞാൻ ലാലിനോട് പറയുകയാണ്, ബഹുമാനപ്പെട്ട ലാൽ, ശ്രീധരൻപിള്ള ഒരു പാർട്ടിയുടെ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് നിലവിലുള്ള പ്രസിഡന്റ് ആ ഒരു ഹൈറാർക്കി അതിൻ്റെ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ടേ പറയാൻ പറ്റൂ, സ്വാഭാവികമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെയുള്ള ആളാണോ അല്ലയോ എന്ന് പറയണ്ടേ? അല്ല ഡോക്ടർ ലാൽ, ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിലൂടെ, അദ്ദേഹത്തിന്റെ വരികൾക്കിടയിലൂടെ, അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ആ ഒരു പ്രകടനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വികാരം ഇവിടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ ചോദിച്ച് അദ്ദേഹത്തെ ആ പാർട്ടിക്കുള്ളിൽ വഷളാക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട ലാൽ. കാരണം ആ ഒരു പാർട്ടിയെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. തീർച്ചയായും ഈ ഘട്ടത്തിൽ ആ വായന തന്നെയാണ് ശ്രീ ജേക്കബ് ജോർജ് നടത്തുന്നത്. അതല്ലെങ്കിൽ കൃത്യമായി അത് ശ്രീ PS ശ്രീധരൻപിള്ള അതിന് മറുപടികൾ പറയേണ്ട ഘട്ടത്തിൽ പറയുകയും വേണം. ശ്രീ K രാമൻപിള്ള, വി മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുന്ന BJP-യിലേക്ക് ഇനി എന്തായാലും ഇല്ല എന്ന് താങ്കൾ അസന്നിഗ്ധമായി ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് വി മുരളീധരൻ്റെ പ്രശ്നം? അദ്ദേഹം മാറിയാൽ ഇതൊക്കെ തീരുമെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അദ്ദേഹം മാറുകയാണെങ്കിൽ പാർട്ടി നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ യോജിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലാണ് ഇതാ ഇപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നത്. SNDP-യുമായി ഒരു സഖ്യമുണ്ടാക്കുന്നത്, വലിയ മുന്നേറ്റത്തിന് ശ്രീ PS ശ്രീധരൻപിള്ള പറയുന്ന പോലെ മുന്നോട്ട് പോകാൻ പോകുന്നത്. അതെ, ഭാഗ്യത്തിന് അദ്ദേഹം പ്രസിഡൻ്റായ സമയത്താണ് ഈ ദേശീയ തലത്തിൽ ഒരു മാറ്റം ഉണ്ടായത്. ഇവിടെ SNDP പോലുള്ള സംഘടനകൾ പിന്തുണയുമായിട്ട് മുന്നോട്ട് വന്നത്. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ സാമർഥ്യം കൊണ്ടല്ല, ആകസ്മികമായിട്ട് സംഭവിച്ചു. അതിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള പ്രാപ്തി അദ്ദേഹത്തിനില്ല. അദ്ദേഹം ആളുകളെ മറ്റ് സംഘടനകളെയും വരുന്നതിനെ അനുകൂലിക്കുകയല്ല, അതിനെങ്ങനെ തടയാമെന്നാണ് അദ്ദേഹം നോക്കുന്നത്. അതിൻ്റെ പല തെളിവുകളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. SNDP-യുടെ തന്നെ വരവിനെ അദ്ദേഹം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിട്ടില്ല എന്നും മാത്രമല്ല, പല ജില്ലകളിലും ഇപ്പോഴും പോര് നടക്കുകയാണ്. ആ യോജിപ്പ്, ഒരുമയുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരുമയുണ്ടാക്കാൻ സാധിച്ചാലേ രാഷ്ട്രീയമായിട്ട് നേട്ടം ഉണ്ടാവുള്ളൂ. ഇലക്ഷനിൽ വോട്ടല്ലേ പ്രധാനം. വോട്ട് കിട്ടണമെങ്കിൽ മറ്റു വിഭാഗങ്ങളുടെ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ധാരാളം ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട്, BJP-യിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളുണ്ട്, വ്യക്തികളുണ്ട്. അവരെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് വരണം. അങ്ങനെ വേണമെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു, അല്ലാതെ എനിക്കൊരു മെമ്പർഷിപ്പ് തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവരെല്ലാവരും യോജിപ്പിക്കാനായിട്ട് പരിശ്രമിക്കണം. ആ പരിശ്രമം മുരളീധരനിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. ശ്രീ PS ശ്രീധരൻപിള്ള, എന്താണ് ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരോ ചില സ്പ്ലിൻഡർ ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്ന ആളുകളെയോ ഒക്കെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും പാർട്ടിയിൽ നടക്കാത്തതെന്നാണ് ശ്രീ PP മുകുന്ദനും ഇന്ന് രാവിലെ ചോദിച്ചത്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ ഒരു ശ്രമം എവിടെയുണ്ട്? ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, അച്ചടക്ക നടപടി എടുത്ത് പുറത്താക്കിയ ആളുകൾ ഈ പറഞ്ഞവരൊന്നും, ഇപ്പോൾ പോയ ആൾക്കാരൊന്നും അതിൽ പെടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐഡിയോളജിക്കലായിട്ട് ഇതിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരികയും പാർട്ടി അവരൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനെ സംബന്ധിച്ച് പാർട്ടി ഇതുവരെ ഒരു ചർച്ച നടന്ന ആ ഒരു സ്റ്റേജ് എത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം അതൊക്കെ ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ പ്രശ്നം ഒരു മൂന്നാം ശക്തിയുടെ ഉദയമാണ്. ആ ഉദയത്തെ മുള പൊന്തിച്ച് മേലോട്ട് വന്നാൽ സ്പേസ് തന്നെ കൊടുത്തുകൂടാ എന്നുള്ള നിലക്ക് നടത്തുന്നു നാനാഭാഗത്തു നിന്നും. അതിനെ നേരിടുക എന്നുള്ളതിലാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യുന്നു. പക്ഷേ ആ പറഞ്ഞ പുതിയ കൂട്ടുകെട്ടിൽ പോലും നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രീ വി മുരളീധരൻ്റെ നേതൃത്വത്തിനായില്ല എന്നാണ് ശ്രീ രാമൻപിള്ള പോലെയുള്ളവരൊക്കെ പറയുന്നത്. അങ്ങനെ അവിടെ ആദ്യമേ തന്നെ ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, ഡൽഹിയിൽ നിന്ന് ഉണ്ടായ ഈ ഒരു ഇക്വേഷൻ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല. ഈ SNDP-യുമായിട്ടുള്ള കാര്യത്തിലും പ്രശ്നം, PP മുകുന്ദനെ പോലുള്ളവരെ കൊണ്ടുവന്ന് NSS-നെ മയപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടെങ്കിൽ അതിനും പ്രശ്നം. പിന്നെ എന്താണ് ഈ പ്രസിഡന്റ് ചെയ്യുന്നത്? അല്ല, ഇതിപ്പോൾ എൻ്റെ സുഹൃത്ത് ജേക്കബ് പറഞ്ഞ പോലെ ഈ ബിറ്റ്വീൻ ദ ലൈൻസ് വായിക്കുക എന്നുള്ളതാണല്ലോ. ബിറ്റ്വീൻ ദ ലൈൻസ് വായിക്കേണ്ട ആവശ്യം BJP-യെ സംബന്ധിച്ചില്ല. ഇപ്പോൾ ഞാനും ജേക്കബൊക്കെ 50 കഴിഞ്ഞവരാണ്. 50 കഴിഞ്ഞാൽ നമ്മൾ ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ചിട്ട്, കാരണം ഇവിടെ ജനങ്ങളാണ്, ഒരു ജനകീയ വികാരമാണ് മൂന്നാം ശക്തി.
നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഫോഴ്സായിട്ട് അത് മാറുകയാണ്. ഈ രണ്ട് മുന്നണികളുടെ 4 പതിറ്റാണ്ട് കാലമായിട്ട് കേരളത്തിന് ശാപവും ഭാരമായ 2 മുന്നണി, അതിൽ നിന്നുള്ള മോചനമാണ്. ആ മോചനത്തിന് ആരൊക്കെ വരുന്നോ, എവിടെയൊക്കെ കൂടുന്നോ, ശക്തിപ്പെടുത്തുന്നോ അതിന് ശ്രദ്ധിക്കുക. അതിലെല്ലാവരും രാമപിള്ള സാറും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ള എൻ്റെ അഭിപ്രായം. മറിച്ച് ഇതൊരു ചർച്ചയാക്കി നമ്മൾ ഇതിനെ നമ്മുടെ ആത്മവീര്യം ചോർത്തിക്കൊള്ളാൻ ശ്രമത്തിൽ ആരും പങ്കാളികളാകരുതേ. എൻ്റെ ഗുരുജനങ്ങളോടെല്ലാം ഉള്ള അഭ്യർത്ഥനയ്ക്കതാണ്. ആരും പങ്കാളികളാകില്ലെന്ന് ശ്രീ രാമപിള്ള സാറിനോട് അഭ്യർത്ഥിക്കുമ്പോൾ ഒരു ചെറിയ ഉപദേശം പാർട്ടി പ്രസിഡന്റിനോടും ഒക്കെ നടത്തേണ്ടതാണ്. അത് താങ്കൾ ആയിരിക്കണം ആ അപേക്ഷ. ലാലിന് BJP വളരണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഉള്ളില്. വളരെ സന്തോഷമുണ്ട് അക്കാര്യത്തിൽ. അല്ല, ഇതിനകത്ത് ഇപ്പോൾ ശ്രീ രാമപിള്ള സാറിന്റെ ഐഡിയ നരേന്ദ്രമോദിയെ മുന്നേറ്റം നടത്തി കൊണ്ടുവരണം എന്നാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ പാർട്ടിയിലും ഏതൊക്കെ അർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അത് ലാല് ഇപ്പം എൻ്റെ ബിറ്റ്വീൻ ദ ലൈൻസും പിന്നെ ലാലിൻ്റെ പ്രസൻറ്റേഷൻ സമയത്തുള്ള ഫേസ് കണ്ടപ്പം, ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളൊന്ന് 3ാം ശക്തി വന്നോട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു താല്പര്യമുള്ള പോലെ തോന്നി. അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ആ 3ാം ശക്തി കൊണ്ടുവരാനുള്ള ഒരു ശക്തി ഇന്ന് PS ശ്രീധരൻപിള്ളയുടെ മുഖത്ത് കാണുന്നില്ല എന്നാണ് ശ്രീ ജേക്കബ് ജോർജ് വായിച്ചെടുത്തത്. താങ്കളുടെ മധുരമായ ചിരി, ബോഡി ലാംഗ്വേജ്, സോഫ്റ്റ്നെസ് ഒക്കെ ഒരുപക്ഷെ നല്ലൊരു അധ്യക്ഷന്റെ ഊർജ്ജത്തോടെ ശ്രീ വി മുരളീധരൻ എല്ലാം പറഞ്ഞ് വച്ചിരുന്നുവെങ്കിൽ അങ്ങേക്ക് ഇന്ന് വലിയ ജോലി ഉണ്ടാകുമായിരുന്നില്ല. വി മുരളീധരൻ ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തികളെ ആശ്രയിച്ച് പോകുന്ന പാർട്ടിയല്ല BJP. പാർട്ടി പ്രസിഡന്റ് ഈസ് നമ്പർ 1 among ഈക്വൽസാ. ഇപ്പോൾ ഒരു കോർ ഗ്രൂപ്പ് ഞാൻ ചോദിക്കട്ടെ ശ്രീ PS ശ്രീധരൻപിള്ള, കഴിഞ്ഞ 6 വർഷമായി ശ്രീ വി മുരളീധരൻ ആണ് ഈ പറഞ്ഞ ജനകീയമായ BJPയുടെ സമ്പ്രദായം അനുസരിച്ചാണോ അദ്ദേഹം അവിടെ ഇരിക്കുന്നത്? വളരെ നമുക്ക് തമാശ എല്ലാം കളഞ്ഞാൽ അങ്ങയുടെ പാർട്ടിക്കകത്ത് എന്തുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നടന്നതുപോലെയുള്ള ആ ജനാധിപത്യ പ്രക്രിയ നടക്കാത്തത്? കോൺഗ്രസ് പോലെ ആകുന്നു എന്ന പരാതി എന്തുകൊണ്ടുണ്ടാകുന്നു? അല്ല, BJP ഒരു ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണെന്ന്. ആ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും നോമിനേഷൻ ഉണ്ടാവാറുണ്ട്. അദ്ദേഹം ഭാരതീയ ജനസംഘത്തിൻ്റെ കാലത്ത് നോമിനേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ, BJPയുടെ കാലത്ത് നോമിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം നോമിനേറ്റ് ചെയ്യുന്നതെല്ലാം മോശമാണ് എന്ന് പറയേണ്ട. ആ പാർട്ടിയുടെ നമ്മളെക്കാൾ സീനിയർ ഘടകം നിശ്ചയിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ സീനിയർ നേതാക്കന്മാർ നിശ്ചയിച്ച് അങ്ങനെയുള്ള ഒരു പാർട്ടിയാണോ, ഈ ചേഞ്ചിന് വേണ്ടി വരുന്ന ഒരു പാർട്ടിയാണോ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം? എന്താണ് ജനാധിപത്യ കാര്യങ്ങൾ അവിടെ നടക്കാത്തത്? എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ അത്യാവശ്യം? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ അച്യുതാനന്ദന് പാർട്ടി ടിക്കറ്റ് നിഷേധിച്ചുകൊണ്ട് പാർട്ടിയുടെ കേരള ഘടകം തീരുമാനമെടുത്തു. കേന്ദ്ര ഘടകം ഇടപെട്ടില്ലേ? കേന്ദ്ര ഘടകം എന്ന് വെച്ചാൽ ഇടപെടാനാണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കേന്ദ്ര ഘടകത്തിന് സാധിക്കും. അത് CPM-ലും BJP-ലും ഒക്കെ നടക്കുന്നത് ജനാധിപത്യ പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അതേസമയത്ത് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കുടുംബമാണ്, ഒരു വ്യക്തിയാണ്. ഈ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് നോമിനേറ്റ് ചെയ്യുമ്പോൾ അതാണ് വിഷമം. അവർ ഡിസൈഡഡ് ബൈ എ സിംഗിൾ ഫാമിലി ഓർ സിംഗിൾ ഇതൊക്കെ വെറുതെ ഇല്ലാത്ത ഹൈപ്പോത്തിക്കലും അല്ല, അതിനപ്പുറത്തുള്ള ബേസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസാണ്. കാരണം ആര് പറഞ്ഞ അദ്ദേഹം എടുത്ത തീരുമാനത്തിലായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തു? എനിക്ക് എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. മുരളീധരനെതിരായിട്ട് ആരെങ്കിലും ഒരു പരാതി കൊടുത്തതായി ഇന്ന് വരെ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആളാണല്ലോ, കോർ കമ്മിറ്റിയിൽപ്പെട്ടൊരു അംഗമാണല്ലോ. ഇന്ന് വരെ എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. മറ്റ് മീഡിയകൾ വരുന്നതിനെല്ലാം അതിനൊക്കെ മീഡിയകളുടെ സ്വാതന്ത്ര്യമാണ്, അതിനെ അറിയിക്കുന്ന രീതി എന്തായാലും അങ്ങ് അറിയാതെ സത്യം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ചോദ്യത്തിൽ അങ്ങനെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞിരുന്നില്ല. അങ്ങനെ പരാതി കൊടുത്തില്ലെങ്കിൽ കൂടി മുകളിൽ നിന്ന് ഇടപെട്ട് ശരിയാക്കുമോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. മുകളിൽ നിന്ന് ഇവിടെ തെറ്റില്ലല്ലോ, തെറ്റുണ്ടാകുമ്പോൾ അല്ലേ ശരിയാക്കേണ്ടതുള്ളൂ. അതായത് ശ്രീ PP മുകുന്ദനും ശ്രീ K രാമൻപിള്ളയും പറഞ്ഞത് ശരിയാണോ? ശരിയാക്കേണ്ടതുള്ളൂ. ശ്രീ PP മുകുന്ദനും ശ്രീ K രാമൻപിള്ളയ്ക്കും എതിരായി വി മുരളീധരൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? ഞാൻ ആ കാര്യത്തിൽ ഒന്നിനും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ സംഘടനയുടെ ഉള്ളിൽ സംസാരിക്കേണ്ട കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ ജേക്കബ് ജോർജ്, സംഘടനയുടെ ഉള്ളിൽ അപ്പോൾ എന്തായിരിക്കും പറയുക? എന്തൊക്കെ കാര്യങ്ങൾ നടക്കും? ഈ അഭിപ്രായത്തെ ഇപ്പം മുൻ സംസ്ഥാന പ്രസിഡന്റ് രാമപിള്ള ചേട്ടനെ പോലെയുള്ള ആൾ, മൂന്നേട്ടനെ പോലെയുള്ള ആൾ, ഇനി നാളെ
നാളത്തെ വരുന്ന പ്രസിഡന്റ് ശ്രീധരൻപിള്ള പോലുള്ള ആൾക്കാരുടെ അടുത്ത് വേണമെങ്കിൽ മിസ്റ്റോൾ കൊടുക്കുക, അംഗത്വം തരുന്ന കാര്യം പരിഗണിക്കാം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഒട്ടും ഭൂഷണമല്ല. മുൻ പ്രസിഡന്റുമാർ, മുൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെയല്ലേ ഇവരുടെ ഒരു കാലഘട്ടം ജനസംഘം എന്ന് പറഞ്ഞാലേ, ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലെ ഞാൻ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ AJ ഫിലിപ്പ് എന്നൊരാൾ ജനസംഘത്തിൻ്റെ ആളായിട്ട് മാറി. നല്ലതായിട്ട് പ്രസംഗിക്കുന്ന ഭയങ്കര മിടുക്കനായി എൻ്റെ ഒരു വലിയ സീനിയർ വിദ്യാർത്ഥി, BA ഇംഗ്ലീഷിൽ പഠിക്കുന്ന ഒരാൾ. അന്ന് ഇപ്പോൾ അദ്ദേഹം വലിയ പത്രാധിപരിക്ക് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചാണ്ടിഗഡ് എഡിറ്ററൊക്കെയായി ഡൽഹിയിലുണ്ട് AJ ഫിലിപ്പ്. അപ്പോൾ അന്നാണ് ഞാൻ ജനസംഘത്തെക്കുറിച്ചൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതൊരു ക്രിസ്ത്യൻ വിദ്യാർത്ഥി ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ആരുമില്ല. 2 or 3 രാജഗോപാൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ഈ ജനസംഘം പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന നേതാക്കന്മാരോട് കാണിക്കുന്ന അവഹേളന, പരിഹാസം തീർച്ചയായിട്ടും ഒരു പാർട്ടിയുടെ നേതൃത്വത്തിന് ഭൂഷണമല്ല എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മളെല്ലാവരും ആ കാര്യത്തോട് സംസാരിക്കുന്നുണ്ട്. അത് പുറത്ത് പറയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അകത്ത് എന്ത് പറയുന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അമർഷം നുരയുന്നുണ്ട്. തീർച്ചയായിട്ടും രാമപിള്ള ചേട്ടനെ പോലെ, മൂന്നേട്ടനെ പോലെയുള്ളവരോട് വലിയ ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ ബഹുമാനമുള്ള ധാരാളം BJP നേതാക്കന്മാർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അവർക്കൊക്കെ അതേ വികാരമാണ് ഉണ്ടാവാൻ സാധ്യത. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPക്കകത്ത് ആ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുമ്പോൾ PS ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ പറയുന്നതിന് ചില പരിമിതികളുണ്ട്. ഇത് കഴിയുമ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രസിഡന്റിനെയും സംസ്ഥാന ഘടകത്തെയും വെച്ച് എങ്ങനെ മുന്നോട്ട് പോകും? നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയുന്ന പ്രസിഡന്റിനെ അംഗീകരിക്കുന്ന കുറേ പേരും ഉണ്ടാവുമല്ലോ അതിനകത്ത്. അപ്പോഴതും ഒരു ചേരിതിരിവ്, ഒരു വഴക്ക്, അല്ലെങ്കിൽ വഴക്കെന്ന് പറയുന്നില്ല, ഒരു ചേരിതിരിവ്, അതിൻ്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം, പാർട്ടിക്കകത്തെ ചർച്ചകളിലെ വൈരുദ്ധ്യം, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു വിഷയം മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയോട് സ്വീകരിച്ച നടപടി, വെള്ളാപ്പള്ളിയെ സ്വീകരിക്കാനും SNDP യോഗത്തെ സ്വീകരിക്കാനും അതുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാനും ശ്രമിച്ചതിൻ്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനാണല്ലോ ഇന്നലെ പെരുന്നയിൽ നമ്മൾ കേട്ടത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്താണ്? അപ്പോൾ നായന്മാരൊക്കെ നമ്മളോട് പിണങ്ങിയില്ലേ? ഈഴവ സമുദായത്തെ കൂട്ടുപിടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ നായർ സമുദായത്തെ കൈവിട്ടില്ലേ? അപ്പോൾ അതിനുവേണ്ടി PP മൂന്നിനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് പ്രസിഡന്റ് ഇങ്ങനെ പ്രതികരിച്ചില്ലേ? അതുപോലെയുള്ള ചിന്തകളും ചർച്ചകളും വാദഗതികളും സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, BJP അല്ലേ, ഉണ്ടാവാം. റൈറ്റ്. ശ്രീ PS ശ്രീധരൻപിള്ള, താങ്കൾ പല കാര്യങ്ങളും പറയാൻ പറ്റാത്തതാണ്. പക്ഷേ ഈ രാഷ്ട്രീയ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എങ്ങനെയാണ് വിശകലനത്തിൽ താങ്കൾ കാണുക? SNDPയും ഇപ്പോൾ വന്ന് ഏത് അവസ്ഥയിലാണെന്നുള്ളത് താങ്കൾക്കറിയാം. അതിനെ നേരെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരറ്റത്ത്. അതേസമയം NSSൻ്റെ ഭാഗത്ത് നിന്ന് വന്ന റിയാക്ഷൻ ഉണ്ടല്ലോ, അതാണല്ലോ പുതിയ വിഷയം. എന്താണ് ആ കാര്യത്തിലും BJPക്ക് ഉണ്ടായിരിക്കുന്ന ഒരു അടി? ഈ കാര്യങ്ങളെ എങ്ങനെയാണ് ഇനി പാർട്ടി തരണം ചെയ്ത് താങ്കൾ പറയുന്ന പോലെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? BJPക്ക് ഒരടി വെച്ചിട്ടില്ല. ഏത് കാലത്തും NSSൻ്റെയും SNDPയുടെയും ഒക്കെ പിന്തുണകൾ വാങ്ങാൻ ചില മണ്ഡലങ്ങളിലൊക്കെ അവർ സഹായിക്കാറുള്ളത്. അത് സാധിക്കാറുണ്ട്. 2004 അത് സഹായിച്ചിട്ടുണ്ട്, പിന്നീടുണ്ട്. ബിഷപ്പിനെ ഞങ്ങൾ അക്കാലത്ത് വിളിച്ചിട്ട് 2004 വിളിച്ചിട്ട് അദ്വാനിയെ കൊണ്ട് ഞാൻ നേരിട്ട് വിളിപ്പിച്ചിട്ട് ബിഷപ്പ് BJPക്ക് അനുകൂലമായ സാഹചര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ആ സ്ട്രാറ്റജികളിൽ തീർച്ചയായിട്ടും NSS ഒരിക്കലും BJP RSSനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. പിന്നെ ഏതോ ഒരു വാക്ക് ചിലപ്പം SNDP NS തമ്മിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൻ്റേതായ വാക്കുകൾ പറഞ്ഞതൊക്കെ വിചാരിച്ചുകൊണ്ട് ഇതെല്ലാം BJP തകർച്ചയിലേക്ക് നേരിടുമെന്നുള്ള ചില ആളുകളുടെ അഭിപ്രായ പ്രകടനം, അത് വാസ്തവത്തിൽ അഭിപ്രായ പ്രകടനം അവരുടെ ആഗ്രഹമാണ്. കാരണം അവർക്ക് BJPയോടുള്ള സമീപനം അതാണ്. BJP വരരുത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനവരെ എതിർക്കുകയൊന്നുമല്ല, അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതെല്ലാം ജനങ്ങൾക്കറിയാം. തുല്യനീതി എന്ന് പറഞ്ഞത് അട്ടിമറിക്കപ്പെട്ട കേരളത്തിൽ സമസന്തുലിതാവസ്ഥ വിവിധ സമുദായങ്ങൾക്കിടയിൽ അട്ടിമറിക്കപ്പെട്ട UDF LDFും അവരുടെ സംഘടിത ശക്തികളെ നീതി കവർന്നെടുത്ത് കൊണ്ടുപോകുന്ന കേരളം, അവിടെ എല്ലാവർക്കും തുല്യനീതി നൽകുന്ന ഒരു സമ്പ്രദായമുണ്ടാകണം. അതിന് BJPക്ക് സാധിക്കും. അതിന് വെള്ളാപ്പള്ളി നടേശൻ്റെ ആഗമനം സഹായകമാണ്. അക്കീരമൺ യോഗക്ഷേമ വരുന്ന സഹായകമാണ്. NSSൻ്റെ തീർച്ചയായിട്ടും ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ ഞങ്ങളെ സഹായിക്കാവുന്ന സഹായകമാണ്. പക്ഷേ എങ്ങനെയാണ് യോജിപ്പിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ K രാമൻപിള്ള, ഇപ്പോൾ PS ശ്രീധരൻപിള്ളയും ഒക്കെ പറയാതെ പറയുന്നത് കാര്യങ്ങളൊക്കെ ശരിയാകും, നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകും എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ താങ്കൾ ഇപ്പോഴും
ഈ കാര്യങ്ങൾ നേരെയാകാൻ പോകുന്നില്ല ഈ പാർട്ടി അധ്യക്ഷൻ്റെ കീഴിൽ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി ഈ അധ്യക്ഷൻ്റെ കീഴിൽ പാർട്ടിയിലേക്ക് തിരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? താങ്കൾക്കാണെങ്കിൽ നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഇല്ലാതെയാകുന്നു, അതടയുന്നു. പി മുകുന്ദനും അത് ലഭിക്കാൻ പോകുന്നില്ല. എന്ത് ചെയ്യും? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇതൊന്നും തടസ്സമില്ല. ഇവിടുത്തെ ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്ന് പറയുന്നു എന്നുള്ളതും അപ്രസക്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ശക്തി ആർജിക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അതേസമയം ഇവിടെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയാത്തൊരു നേതൃത്വമാണെങ്കിൽ നടക്കാൻ പോകുന്നില്ല. അല്ല, എന്താണ് ഇത്ര ഏകാധിപത്യപരമായി ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നത്? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ അവിടെ നടക്കുന്നില്ല? അതാണ് ദൗർഭാഗ്യകരം. ഇന്നലെ പിന്നെ വി മുരളീധരൻ ചാനലിലൂടെ മെനയാന്ന് പറഞ്ഞത് രാമൻപിള്ളയും മുകുന്ദനും മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുത്തുകൊള്ളണം. ഈ രീതിയിൽ പറയാൻ ധൈര്യപ്പെട്ട ഒരാൾ അങ്ങനെ അയാൾക്ക് എങ്ങനെ മറ്റാളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷ കൊടുത്തില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതിന് അഥവാ പറയണമെങ്കിൽ ഒന്ന് ഫോണിൽ നേരിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് പറയാം. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ അറിയിച്ചത് തന്നെ ഒരു അവഹേളിക്കുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും യോജിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം അങ്ങനെ വേണമെങ്കിൽ ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള നേട്ടം ഇവിടെ ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ ലീഡർഷിപ്പിനെ മാറ്റി പുനഃസംഘടിപ്പിച്ച് ഒരു എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നേതൃത്വത്തെ അവിടെ വഴിക്കുക എന്നുള്ളതാണ് ഫലപ്രദമായ മാർഗം. അതിന് ശ്രീരാമപിള്ള അടക്കമുള്ള നേതാക്കൾ തയ്യാറാവുമെങ്കിൽ വിജയിക്കാം. ഇല്ലെങ്കിൽ വീണ്ടും കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ നിന്നോ അതുപോലെ പാർട്ടി അധപ്പതിച്ചു പോകും. ശ്രീ പി എസ് ശ്രീരാമപിള്ള പെട്ടെന്ന് അതിനൊരു മറുപടി. അല്ല, എല്ലാം നന്മയിലേക്ക്, എല്ലാം നല്ലതിലേക്ക് ഈ രാജ്യം ഉയരണം, പാർട്ടി ഉയരണം, എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും വളരെ നന്ദി ശ്രീ പി എസ് ശ്രീധരൻപിള്ള, താങ്കളുടെ ആ പ്രതികരണത്തിന്. അത് നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ തന്നെ താങ്കളുടെ ബോഡി ലാംഗ്വേജിൽ എല്ലാം ഉണ്ട്. അത് ഏത് രീതിയിലാണ് പുറത്തേക്ക് ഇനി ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇനി തിരിച്ചറിയേണ്ടത്. എന്തായാലും ശ്രീ കെ രാമൻപിള്ള ഉറപ്പിച്ചു കഴിഞ്ഞു ഈ പാർട്ടിയിലേക്ക് അദ്ദേഹം തിരിച്ചെത്താൻ സാധ്യതയില്ല എന്നുള്ള കാര്യം. ശ്രീ പി മുകുന്ദൻ എന്താണ് ഇനി നിലപാടെടുക്കാൻ പോകുന്നതെന്നാണ് ഇനി എല്ലാവരും നോക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ കെ രാമൻപിള്ള, ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ശ്രീ ജേക്കബ് ജോർജ്.